രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ദുരൂഹതകൾക്ക് വിരാമമിട്ട് ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കി കേരള പോലീസ്. 2007 കാണാതായ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഈ കേസിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം തുമ്പില്ലാതെ കിടന്ന കേസിന്റെ ചുരുളഴിക്കാൻ കാരണം ബിന്ദുവിന്റെ ഭൂമി വാങ്ങിയ സതീശൻ എന്ന വ്യക്തിയുടെ നിർണായകമായ മൊഴിയാണ്. ബിന്ദുവിന്റെ കൊലപാതകം നടന്ന ദിവസം അവസാനമായി അവളെ ജീവനോടെ കണ്ട വ്യക്തികളിൽ ഒരാൾ സതീശനായിരുന്നു. ഈ കേസിൽ സതീശൻ മുഖ്യസാക്ഷിയായി മാറിയതോടെ പ്രതിയായ CM സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വസ്തുവിന്റെ പണമിടപാട് നടന്ന ദിവസം തന്നെയാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴി. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അതിശയകരമാണ്. അമ്പലപ്പുഴയിലുള്ള ബിന്ദുവിന്റെ ഒരു സ്ഥലം ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ സതീശൻ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഈ ഇടപാടിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് CM സെബാസ്റ്റ്യൻ ആയിരുന്നു. വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കാനും പണമിടപാടുകൾ നടത്താനും ബിന്ദുവും സതീശനും സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ബിന്ദു, സതീശൻ, സെബാസ്റ്റ്യൻ എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വസ്തുവിൽപ്പനയുടെ അഡ്വാൻസ് ആയി സതീശൻ നൽകിയ 1.5 ലക്ഷം രൂപ തനിക്ക് വേണമെന്ന് സെബാസ്റ്റ്യൻ ബിന്ദുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബിന്ദു ഈ ആവശ്യം നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. 2007 മെയ് 7 നടന്ന ഈ കൊലപാതകത്തിൽ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് സെബാസ്റ്റ്യൻ സമ്മതിച്ചത്. ക്രൂരമായ കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ സെബാസ്റ്റ്യൻ നടത്തിയ ശ്രമങ്ങൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ബിന്ദുവിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്ന് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തി. ദിവസങ്ങൾക്ക് ശേഷം ശരീരം അഴുകിയെന്ന് ഉറപ്പായപ്പോൾ അസ്ഥികൾ പുറത്തെടുത്ത് കത്തിച്ച് ചാരമാക്കി വേമ്പനാട്ടു കായലിൽ ഒഴുക്കിയെന്നും ഇയാൾ മൊഴി നൽകി. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് ക്രൈംബ്രാഞ്ച് സമ്മതിക്കുന്നു. അതിനാൽ അന്വേഷണ സംഘം പ്രധാനമായും സാഹചര്യ തെളിവുകളെയും സാക്ഷിമൊഴികളെയും പ്രതിയുടെ കുറ്റസമ്മത മൊഴിയെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കേസിന്റെ തുടക്കം മുതൽ ബിന്ദുവിന്റെ തിരോധാനം ഒരു ദുരൂഹതയായി തുടർന്നു. വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ബിന്ദുവിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ അതോ സ്വമേധയാ എവിടെയെങ്കിലും പോയതാണോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ കേസ് തണുത്തു. വർഷങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തപ്പോഴാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായത്. ബിന്ദുവിനെ കാണാതായ സമയത്ത് തന്നെ വസ്തുവിന്റെ ഇടപാടിനെ കുറിച്ച് നടത്തിയ വിശദമായ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുഴലഴിക്കാനും സഹായിച്ചത്. സതീശന്റെ മൊഴി കേസിൽ നിർണായകമായി. ഇടപാട് നടന്ന ദിവസം സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് ബിന്ദുവും സെബാസ്റ്റ്യനും തമ്മിൽ പണത്തെ ചൊല്ലി തർക്കമുണ്ടായതായി സതീശൻ മൊഴി നൽകി. തന്റെ മുന്നിൽ വെച്ച് തർക്കമുണ്ടായപ്പോൾ താൻ അവിടം വിട്ടു പോവുകയായിരുന്നുവെന്നും പിന്നീട് ബിന്ദുവിനെ കണ്ടില്ലെന്നും സതീശൻ അറിയിച്ചു. ഈ മൊഴിയാണ് സെബാസ്റ്റ്യനിലേക്ക് സംശയത്തിന്റെ മുന നീട്ടിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചത്. ആദ്യഘട്ട തെളിവെടുപ്പുകൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ബിന്ദുവിന്റെ കുടുംബത്തിന് ഈ കണ്ടെത്തൽ വലിയൊരു ആശ്വാസമാണ്. വർഷങ്ങളായി തങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അവർക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ. ഈ കേസിന്റെ വിധി കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറും. കൃത്യമായ തെളിവുകളില്ലാതെയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസ് തെളിയിക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് ഈ കേസിലെ വിജയം കണ്ടെത്താൻ കാരണമായതും.